ജിജുസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് ഞങ്ങളിത് എന്നാണെന്ന് പറഞ്ഞു നമ്മള് കപ്പലണ്ടി കൊണ്ടാ വന്നേ. അതെ, കണ്ട കപ്പലണ്ടി കൊണ്ടുള്ള പരീക്ഷണമാണ്. ഏത്തപ്പഴം വിട്ട് കപ്പ വിട്ട് അങ്ങനെ കപ്പലണ്ടി കപ്പലണ്ടി മുട്ട ഉണ്ടാക്കാൻ പോകും നമ്മള്. കപ്പലണ്ടി മുട്ടായി നമ്മൾ ചെയ്തതാണല്ലോ. അത് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്യാം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാരും വഴി നമുക്ക് ഒന്നിച്ചിത് ചെയ്തേക്കാം. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദികൾ പറയുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ശരണ്യതെ കപ്പലണ്ടിയൊക്കെ വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വേണ്ട, കപ്പലണ്ടി എന്ന് പറഞ്ഞേച്ച് മറ്റേ ഇങ്ങനെ കൊട്ടണം. അത് അടിപൊളിയാ. അത് കേൾക്കുമ്പോ തന്നെ ഒരു രസം. അതെ, അപ്പൊ ഇതൊന്ന് വറുത്തെടുക്കും. ഞാൻ അമ്മ അവിടെ എന്നെ എടുക്കണം എന്നൊന്ന് നോക്കിയിട്ട് ഗോതമ്പ് പൊടി വറക്കാറുണ്ട്. ആണല്ലേ? കാണിച്ചു തരാം. ആ, അപ്പൊ ഞാൻ ഈ കപ്പലണ്ടി നല്ലത് മൂത്ത് തോലിയെല്ലാം പൊളിച്ചിട്ട് കാണിച്ചു തരാം. കൂട്ടുകാരെ, അങ്ങനെ അതെ നമ്മുടെ അമ്മയാണെങ്കിൽ രാവിലെ ഷർട്ട് തേക്കാൻ തുടങ്ങിയിരിക്കുക. ഷർട്ട് തേക്കാണ്, കൊറേ തേക്കാൻ കിടപ്പുണ്ട്. മഴയത് കാരണം ഇന്നലെ വെയിലുണ്ടായ അപ്പൊ വെയിലത്ത് അലക്കി ഇട്ടച്ച് ഇന്ന് തേപ്പാണ്. കൂട്ടുകാരെ, ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ട് ഏത് ആട്ടപ്പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പൊ ആട്ടപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. വറുത്തണ്ടിരിക്കുകയാണ്. എല്ലാരും പറഞ്ഞു എന്തെങ്കിലും വെച്ച് പൊക്കി കേറി നിന്ന് ചെയ്യാൻ മേലാഞ്ഞത്. അത് ഞാനുണ്ടോ ഒരു സ്റ്റൂള് പോലത്തെ സാധനത്തെ കയറി നിന്നാണ് ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് അത്രക്ക് പേടിയാണ്. കാരണം ശരണ്യ അതിന്മേന്നെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീണാല എന്നോർത്തിട്ട് ഇടാന്. ഇത് വറക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തിട്ട്. അതിന്മേന്നെ പ്രതീക്ഷിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാല് വെക്കുമ്പോഴേ വീഴരുത്. ഇല്ല, ചുമപ്പ് പരിവൊന്നും ആവണ്ട, ചെറിയൊരു ചൂടായാ മതി. അപ്പൊ ഇങ്ങനെ വറുത്തെടുക്കണ രീതിക്ക് അല്ലേ? റവയൊക്കെ വറുത്തെടുക്കണം. അമ്മ തേച്ചൊക്കെ തീർന്നു. ആണോ? ആഹാ, കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ അച്ഛനില്ല. അച്ഛൻ ഇടറമരയും പോയിരിക്കുകയാണ്. രാവിലെ പോയതാണ്, വന്നിട്ടില്ല അല്ലേ? അപ്പൊ ഇച്ചിരി തിരക്കൊക്കെയാണ്. അപ്പൊ അച്ഛൻ ഇനി ഇപ്പൊ ഉടനെ എത്തുവാന്നൊന്നും അറിയത്തില്ല. കഴിവെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് വറുത്തൊക്കെ എടുത്തിട്ട് അച്ഛനില്ലെങ്കിൽ തന്നെ വീഡിയോയ്ക്ക് ഒരു കളറല്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതെ, അടിപൊളിയായിട്ടൊക്കെ കപ്പലണ്ടിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ നമുക്ക് പൊടിച്ചോണ്ട് വരാം. അതെ, പൊടിച്ചെടുത്തോണ്ട് പോവാം. അതുപോലെ ഒത്തിരി പൊടിക്കാൻ പാടില്ല കേട്ടോ, ചെറുതായിട്ട്. അതുപോലെ ആ നേരത്തെ കണ്ട നമ്മുടെ ഇതൊക്കെ വറുത്ത് വെച്ചിരിക്കണം. ഒന്ന് തണുത്തും കിട്ടിയിട്ടുണ്ട്. കുറച്ച് കപ്പലണ്ടി എടുത്ത് മേലെ വെച്ചിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. പൊടിച്ചോണ്ട് വരാം. ആ, ശരണ്യ എന്താ അല്ലെ? പൊടിച്ചെടുത്തിട്ട് ഈ പരുവത്തിൽ എടുക്കണം കേട്ടോ. ഇങ്ങനെ തരിയുള്ള രീതിക്കല്ലേ? അപ്പൊ നമുക്ക് ഗോതമ്പ് പൊടിച്ചു വെച്ചിട്ടില്ലേ, അപ്പൊ അങ്ങോട്ട് ഇടാം. അതിലേക്ക് ഇട്ടിരിക്കണം. കണ്ടാ കൂട്ടുകാരെ, ഇതുപോലെ തരി ഉണ്ടാകണം അല്ലേ? തരി ഉണ്ടാകണം. അപ്പൊ ആ രീതിക്ക് ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പൊ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഏത് പാത്രം വേണം? ഇത് മതിയാ? അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ചപ്പാത്തി ഇണക്കണ വീഡിയോയിൽ നമ്പർ ഇട്ടിട്ട് ഒത്തിരി കൂട്ടുകാര് നമ്മളെ വിളിച്ച് ചിലരുടെയൊക്കെ ഫോൺ എടുക്കാൻ സാധിക്കാത്തതിൽ ആരും പിണങ്ങരുത്. കാരണം നമ്മൾ ഈ വൈകുന്നേര സമയത്തെ കഴിയാവുന്നത് ഫോൺ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ശരണ്യ ശർക്കരപ്പാനി നേരത്തെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇതൊന്ന് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കുക അല്ലേ? അത് മതി, കുറച്ച് മതി. എന്നാലും അത്ര മതി, അല്ലെങ്കിൽ ഓവറാകിയല്ലേ? ഇനി മറ്റേ ഇത് ചെയ്യാനായിട്ട് എന്താണ് ശരണ്യ, എന്നാത്തിലാ ചെയ്യുന്നത്? ചെയ്തു വെച്ചേച്ച് കഴിഞ്ഞ ദിവസം ഒരു കേക്ക് മേടിച്ചില്ലായിരുന്നു, ബർത്ത്ഡേയുടെ. അപ്പൊ അതിന്റെ ഒരു പാത്രം നമുക്ക് കിട്ടിയില്ലായിരുന്നു, വട്ടത്തി. അതിന്റെ അടിയിലെ തട്ട എന്നിട്ട് വെച്ചാൽ നമ്മളെ കപ്പലണ്ടി ഇങ്ങനെ തൂത്ത് ചെയ്യുന്നത്. അതിന് കാണിച്ചു തരാം.
ഇത് നമുക്ക് എന്നാ ഞാൻ അത് എടുത്തണ്ടൊക്കെ വരട്ടെ. അപ്പത്തിന് ഞാൻ ഇത് കുറുക്കി 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 കൊണ്ടുവരട്ടെ. ആ ശരണ്യ, അതെന്താണ് എടുക്കാൻ പോണത്? നമ്മൾ ഏലക്കപ്പൊടി ചേർക്കുന്നത്. ഒരു ചെറിയൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടി. അതെ അത് ഇളക്കി കൊടുക്കണം. ഞാൻ അത് ആക്കി തരട്ടെ എന്നാ, അല്ല ശരണ്യയുടെ മേത്തൊക്കെ പറ്റും. കൂട്ടുകാരെ അതെ ശരണ്യ അതെ കേക്കിന്റെ മറ്റേ ഈ ഇതുണ്ടല്ലോ അതെടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ട, ഒരു സാധനവും കളയല്ല. എന്ത് കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ അമ്മ അവിടെ നിന്ന് ചോദിക്കണം മിഠായി ആയോ. അമ്മ തേച്ചു തീർന്നാ? മുട്ടായി ചിന്ത. അപ്പൊ നമുക്ക് പൊടിക്ക് ഉപ്പിടാം. ഒരു പിഞ്ചുപ്പ്. ശരണ്യ മധുരം വേണോന്ന് അമ്മ പറഞ്ഞു. മതി മതി. ഉപ്പ് മുട്ടായി അങ്ങനെ ഞാൻ പേരിട്ടേക്കുന്നത്. ഉപ്പ് മുട്ടായി തരാം. അമ്മ ഇന്ന് ഒരാൾ ഇതേ കണ്ടതേ മേളിൽ കയറി നിന്നാണ് പാചകം ചെയ്യണ. കണ്ട, മേളിൽ നിന്നാണ് പാചകം ചെയ്യണത്. പക്ഷെ മേളിൽ നിൽക്കണൊക്കെ കണ്ട് കാല് തന്നെ താഴെ. അതെ ശർക്കര പാനി നമുക്കിഷ്ടമാണ്. അല്ല ശർക്കരയുടെ അളിയൻ. അപ്പൊ കൂട്ടുകാരെ ഇതൊന്ന് പറ്റിയൊക്കെ വരട്ടെ അല്ലേ? അതെ, ചിലപ്പോ ഇത് ഉണ്ടാക്കി തീരും മുമ്പെങ്കിലും അച്ഛൻ വന്നോന്നുള്ളതാണ്. അതെ അതെ ചിലപ്പോ ഇപ്പൊ വരും. ചിലപ്പോ നമ്മുടെ അച്ചുകുട്ടി അത് കുമ്പെത്തുമായിരിക്കും. അല്ല അച്ചുകുട്ടി ചിലപ്പോ 2 മണിയൊക്കെ അത്ര ആവും അല്ലേ? 2 മണിയൊക്കെ സ്കൂളിൽ പരിപാടിയല്ലേ. എന്നോട് മേടിച്ചത് തന്നെത്താൻ റെഡിയാക്കാൻ തുടങ്ങി അല്ലേ? അതെ ശർക്കര പാനി ആയോണ്ടാ, വേറെ വല്ലതുമാണ്. ഇത് കയ്യിലൊക്കെ വീണ കീല് പോലെ ഇരിക്കുകയല്ലേ, അതുകൊണ്ടാണ്. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് കട്ടിയായിട്ടൊക്കെ കാണിക്കാം. കട്ടിയാകണ്ടേ ശരണ്യ? കട്ടിയാവണം. ചില്ല് കുപ്പി പോലെ ഇങ്ങനെ പൊട്ടുന്ന പോലെ. ഇങ്ങനെ ഒഴിക്കുമ്പോ കട്ടിയാണ് പെട്ടെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ആക്കട്ടെ. അപ്പൊ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനുണ്ടല്ലോ ഇവിടെ ഇപ്പൊ ഓടി വന്ന് ശരണ്യന് മേടിച്ച് ആക്കിയേനെ. അപ്പൊ അത് കാരണം ഞാൻ ഏറ്റെടുത്ത ആ ഭാഗം ഇങ്ങനെ കുറുകി വന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കട്ടിയാകണം. ശരണ്യ ശർക്കര പാനി ഇത് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഒരു സംശയവും ഇല്ല. ഇല്ലേ? ഇപ്പോഴേ കുറുകി വരുന്നുണ്ട് കൂട്ടുകാരെ. അങ്ങനെ അതെ നമ്മുടെ ശർക്കര പാനിയൊക്കെ ഇങ്ങനെ കുറുകി നല്ല രീതി കണ്ട പശത്ത് വന്ന രീതിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം അതെ ഞാൻ ശരണ്യയുടെ അതിലാട്ട് ഏൽപ്പിച്ച് ശരണ്യ അതെ ഒരു വെള്ളത്തിൽ ഒരു തുള്ളി ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായി പോരെ ഒന്ന് എടുത്ത് നോക്കിക്കേ. കല്ല് പോലെ ആയില്ലേ? നോക്ക്, അതെടുത്ത് എടുക്കാനും പറ്റുന്നില്ലേ? ഒന്ന് ആ പാത്രത്തിലൊക്കെ ഇട്ട് നോക്കാം. അത് തന്നെ. അപ്പൊ അത് നമുക്ക് ബാക്കി എന്താണ് ചേർക്കണം? അതൊന്ന് ഇളക്കി കൊടുത്തേ. തീ കുറച്ച് തരാം അല്ലെങ്കിൽ. അമ്മേനെ വിളിക്കണ വേണ്ട. അതെ. അപ്പോൾ കൂട്ടുകാരെ ശർക്കര പാനിയാക്കിയാൽ ഞാൻ തന്നെയാണ്. അപ്പം കാരണം പാനിയാക്കുമ്പോൾ കഴിയാവുന്നതും തീ കുറച്ച് വെച്ചിട്ട് തന്നെ ശരണ്യ ഒഴിവാക്കി. ശരണ്യനെ ഒഴിവാക്കിയല്ല, ശരണ്യയുടെ മേത്തങ്ങനെ വീണാലാന്ന് ഓർത്തിട്ട്. അപ്പം ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അതെ. അപ്പം ഇത് നന്നായിട്ട് ഇളക്കിയിട്ടൊക്കെ കൂട്ടുകാരെ അങ്ങനെ. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. നല്ല കപ്പലണ്ടി മിഠായിയൊക്കെ നല്ല സ്മെല്ല് വന്നുകൊണ്ട് ശരണ്യ ഒരു ഓയിലൊക്കെ അതുമേലായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. കപ്പലണ്ടിയൊക്കെ ഇടണുണ്ടോ? എള്ളുള്ളവർക്ക് എള്ളൊക്കെ ഇടാം അല്ലേ? വേണ്ട, നമുക്ക് ഇത് മതി. കപ്പലണ്ടി മാത്രം മതി. അതിലേക്ക് അമ്മേനെ കൊണ്ട് കുടഞ്ഞിടിക്കണം. അമ്മേ ഇത് കണ്ട അമ്മേ ശരണ്യ ചെയ്യണ പരിപാടിയൊക്കെ. ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്തേ അമ്മേ. ഇപ്പൊ എനിക്ക് കാണാൻ പറ്റിയല്ല. ഇട്ടോ എന്നാൽ ശരണ്യ
അതിന് പരത്തണ്ടേ? പരത്തണം. ഞാൻ പരത്തട്ടെ ശരണ്യ? എന്നാ പരത്തിക്കോ. ഏ ഞാൻ വീഡിയോ എടുക്കാം. പരത്തിക്കൊണ്ടേ പരത്തുന്നില്ലേ? പരത്താൻ ഇത് പറ്റിയല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇതിൽ എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കണ പോലെ ഒന്നും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐറ്റം അല്ല. മറ്റേ തവിയാ നല്ലത്. ഏതാ? ആ തവി നോക്കട്ടെ. ആ സ്റ്റീലിന്റെ അല്ലേ? ഓയിൽ ബ്രഷ് ചെയ്യട്ടെ. ബ്രഷ് ചെയ്യണ സാധനമൊക്കെ എന്ത് ഓയിലൊക്കെ അതുകൊണ്ട് ഇച്ചിരി തേച്ചതിന് ശേഷം പരത്തി. കണ്ട കപ്പന്റെ മുട്ടാന്റെ ഷേപ്പ് വന്നില്ലെങ്കിലാണേ വരുത്താം. വന്നില്ല ഞാൻ വരുത്തും അല്ലേ? പിന്നെ ഈ കപ്പന്റെ മുട്ടായി കിട്ടാണ്ട് ഇതാ. കട്ടിയായി പോയോ കപ്പന്റെ കിച്ചൺ? പെട്ടെന്ന് കട്ടിയാകും. ഇത് മാക്സിമം സ്പീഡിൽ ചെയ്യണം അല്ലേ? ഫീഡ് ചെയ്യേ. അപ്പൊ നമ്മൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഇത് ഒത്തിരി ഉണ്ടാവുമല്ലോ മുറിച്ച് ആകുമ്പോ. ഇത് സെറ്റായി വരുമ്പോളേ അപ്പൊ നമുക്കിത് മൊത്തം ചെയ്തിട്ട് കാണിച്ചേക്കാം. ഇത് കണ്ട ഫുള്ളായിട്ട് കാണിച്ചേക്കാം. ഇത് എള്ളൊക്കെ ഇട്ട അടിപൊളിയായിരിക്കും അല്ലേ? എല്ലിടണം. എള്ളിടണം. കപ്പന്റെ എല്ലിടാറില്ല. എള്ള് വേണമെങ്കിൽ ഇട്ടേക്കാം അല്ലേ? എല്ല് വേണ്ട. അത് നമുക്ക് ആ കപ്പലിന്റെ പുറത്താക്കിയാൽ മതി. എല്ലാം ഇവിടെ ഇരിപ്പുണ്ടോ? എല്ലിരിപ്പുണ്ട്. എന്റെ വേണ്ടിയൊക്കെ ചേർക്കാം കേട്ടോ. ശരണ്യ ചേർക്കുന്നു. ഞാൻ ചേർക്കുന്നില്ല. കൂട്ടുകാരെ കണ്ട. ഇനി ഇത് നമ്മൾ ചൂടോട് കൂടി തന്നെ ഇത് പീസാക്കണം. പീസാക്കിയില്ലെങ്കിൽ പണി പാളും. ഞാൻ പാളെന്ന് ഇപ്പോഴും ചെയ്യേ. ഇതൊന്ന് ലെവലാകണ്ടേ? അത് മതിയായിരിക്കും. കണ്ട കൂട്ടുകാർ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്ന്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാം. ബർത്ത്ഡേക്ക് കിട്ടിയ കത്തി അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ എത്രത്തോളം വിജയിക്കുമെന്നൊന്നും നമുക്കറിയാൻ മേല. വിജയിക്കുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒന്ന് ഇപ്പൊ കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ കിട്ടിയല്ല. നമുക്ക് വലിയ കപ്പലണ്ടി മിഠായി ആയിട്ട് വേണ്ടല്ലോ. 1 രൂപയുടെ കപ്പലണ്ടി മിഠായി. 1 രൂപയ്ക്കൊന്നും ഇപ്പൊ കപ്പലണ്ടി മിഠായി കിട്ടിയല്ലോ ചേട്ടൻ. ആരാ തന്നെ ഇപ്പൊ കപ്പലണ്ടി മിഠായി? കാലം പോയതൊന്നും ശരണ്യ അറിയുന്നില്ല. കൊറേ നാളായി കപ്പലണ്ടി മിഠായി മേടിച്ചിട്ട്. അതെങ്ങനെ ഇപ്പൊ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്ന കാരണമാണ് അതറിയാത്തത്. ഒരെണ്ണം ചെറുതായിപ്പോയി കേട്ടാ. ഒരെണ്ണം ശരണ്യ പറഞ്ഞ പോലെ 1 രൂപയുടെ കപ്പലണ്ടി മിഠായി ആക്കിയിട്ടുണ്ട്. 5ന്റെ കപ്പലണ്ടി മിഠായി ഉണ്ട്, 1ന്റെ ഉണ്ട്, 2ന്റെ ഇല്ലേ? ഇനി നമുക്കിതൊന്ന് വീണ്ടും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യാം അല്ലേ? നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നു. വീണ്ടും കട്ട് ചെയ്ത് വെക്കുന്നു. ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ അല്ലേ? ശരണ്യാണ് ഐഡിയ പറഞ്ഞെങ്കിലും എനിക്ക് വേണ്ട ഐഡിയ. ബാക്കി കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത്. ഞാൻ വെറുതെ പറഞ്ഞാണേ. നമ്മുടെ അച്ഛനായിരുന്നെങ്കിൽ ഇപ്പൊ പടേന്ന് കട്ട് ചെയ്ത് കപ്പലണ്ടി കിടക്കണോണ്ട് കട്ട് ചെയ്യാനായിട്ട്. ഞാൻ കട്ട് ചെയ്യണോ? കട്ട് ചെയ്യണോ? ഇഷ്ടമാണോ? അല്ലേ വേണ്ട, ഞാൻ തന്നെ ഇത്രയും കട്ട് ചെയ്തില്ലേ. നമുക്കും അവസരം വരുവേ. അവസരം വരും തീർച്ചയായിട്ടും. ചെയ്തോ? അപ്പൊ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമില്ലേ? അപ്പൊ ഇനി ഇതൊന്നും റെഡിയായി വരട്ടെ. അപ്പൊ ശരണ്യ ഇഷ്ടപ്പെട്ടു? അടിപൊളിയല്ലേ? അടിപൊളിയാ, സൂപ്പറാണ്. ശരണ്യൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ശരണ്യ അതുമായിട്ട് പിന്നെ ഒന്ന് വരച്ചോണ്ടിരിക്കും. അപ്പൊ അതൊന്ന് തണുക്കട്ടെ. ഇത് നന്നായിട്ട് പോന്ന് അല്ല. എന്നാലും അത് തണുത്താലേ നല്ല ഈ ഇടുമ്പോ ചില്ല് പോലെ വീഴുള്ളു. അപ്പൊ ഇത് തണുക്കുമ്പോ നമ്മുടെ അച്ഛൻ വരികയും ചെയ്യും. ശരണ്യ അയ്യോ ചൂടാണിപ്പ. നാട്ടിലൊക്കെ കീഴ് പോലെ പിടിക്കും. അത് തണുക്കട്ടെ എന്നാലും. കണ്ട ശരണ്യൊക്കെ അതൊക്കെ മുമ്പ് അമ്മയ്ക്ക് കൊടുക്കണം.
അപ്പൊ കൂട്ടുകാരെ ഇതൊന്ന് തണുക്കട്ടെ. ചിലപ്പോ നമുക്ക് ആ നേരത്തെ അച്ഛനും കൂടി വന്നാലോ. അപ്പൊ ഒന്ന് തണുക്കണവരെ വെയിറ്റ്. അച്ഛൻ വന്നിരുന്നപ്പോ നമുക്ക് അച്ഛനെ കാണിച്ചു കൊടുക്കാം ഇതിന്റെ കപ്പലിന്റെ എങ്ങനെയാണ് അച്ഛന്റെ മുഖത്ത് പോണ ഇത് നമുക്ക് കാണുമ്പോൾ പോകുന്നത്. കാണിച്ചു തരാം. അച്ഛൻ തന്നെയാണ് പ്രമാണമൊക്കെ ആയിട്ടാണല്ലോ ഒരു ഇരുട്ടാണ്. അച്ഛനകത്താട്ട് വന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാം. ശരണ്യ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ദേ ഒന്ന് ചെല്ലി. കപ്പലിന്റെ കൊണ്ടു ഗോതമ്പൊടി കൊണ്ട് കപ്പലിലോട്ടായോ? മനസ്സിലായി. പൊക്കണ്ട, ഇപ്പഴേ പൊക്കണ്ട, തണുക്കട്ടെ. ഇപ്പൊ തണുക്കാനായിട്ട് വെച്ചതല്ലേ. എന്റെ ശരണ്യൊക്കെ ഒരു തുള്ളി ക്ഷമയില്ല. അമ്മയാണെങ്കി തേച്ച് തീർന്നിട്ടും ഇല്ല. ആ അതെ, പിന്നെ അതേ കണ്ട കൂട്ടുകാരെ, അമ്മ തേക്കണത് മൊത്തം ഇതുമേലാട്ട് തേക്കുമ്പോ അയില കിട്ടിയ കണ്ട കൂട്ടുകാരെ. അമ്മ ഈ കസേര വെച്ചേച്ചുവാണ് ഇതുമെന്നെടുത്താണ് തേച്ചണ്ടിരിക്കണം. അമ്മ തേച്ച് തീർന്നില്ല, ഇത് എല്ലാം കൂടി ഒന്നിച്ച് തേക്കാനിരുന്നിട്ടല്ലേ. അച്ഛൻ ഏതോ ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യത്തിന് പോയതാണ്. പ്രമാണം അതും ഇതൊക്കെ ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അതെ കണ്ട. അങ്ങനെ അതെ അമ്മ അങ്ങനെ അച്ഛൻ്റെ അടുത്ത പുതിയ ഷർട്ട് തേച്ചണ്ടിരിക്കുന്നു. കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കണ്ട. നല്ല അടിപൊളിയായിട്ടാണ്, നല്ലൊരു പീസായിട്ടാണ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ അച്ഛനും ഏതായാലും ഭാഗ്യത്തിന് ആ നേരത്തെത്തി. അമ്മ തേച്ച് തീർന്നില്ല, പിന്നെ മടക്കിയൊക്കെ ഇട്ട് തുണി അങ്ങോട്ട്. ഇനി ബാക്കി അച്ഛൻ അപ്പോൾ കൂട്ടുകാരെ ഇതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം അല്ലേ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തേ. ശരണ്യയുടെ കയ്യെ വെള്ളാണല്ലേ. ഇത് തണുക്കണ നേരത്ത്. അപ്പൊ കണ്ടാ കൂട്ടുകാരെ അങ്ങനെ നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ്. അല്ല അത് എടുത്തൊടിക്കാച്ച. അങ്ങനെ എല്ലാം കണ്ട. അതേ കണ്ട നല്ല. എന്റെ പൊന്നെ ശരണ്യക്ക് ചക്കക്കുരുവിന്റെ വിചാരമാണ്. അമ്മേ അമ്മ അവിടെ അടിപൊളിയാണ്. അതെ ഇങ്ങനെ ഓരോ പീസ് പീസായിട്ടൊക്കെ ഒന്ന് ഓടിച്ച് ഓടി കണ്ടാ കണ്ടതേ. നമ്മളെ അമ്മ ഓടിയെത്തി. അമ്മക്ക് ഇഷ്ടപ്പെട്ട് ഓടിക്കണ ഒച്ച കേട്ട് തന്നെ അമ്മ ഓടിയെത്തി. അതെ അതെ, ഇതിന് അങ്ങനെ വലിയ ചെലവൊന്നും ഉള്ള കേസ് കെട്ടല്ല. അടിപൊളി. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് അടിപൊളിയായിട്ടുള്ള കപ്പലണ്ടി മിഠായി റെഡിയാകും. കപ്പലണ്ടി മിഠായി നമ്മൾ ഒറിജിനൽ കപ്പലണ്ടി മിഠായി നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ചാനലിൽ ഇട്ടായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒട്ടുമിക്ക വീഡിയോയും നമ്മുടേത് കിടപ്പുണ്ട്. അപ്പം കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഒന്ന് കഴിച്ച് കാണിക്കണം. അപ്പം അമ്മ തന്നെ ഒന്ന് കഴിച്ച് നോക്കുക. പിന്നെ കടിച്ചാൽ പൊട്ടാനിച്ചിരി പാടാണ് കേട്ടാ. ഇത് പിള്ളേർ സെറ്റിന് പറ്റിയ ഒരു ഐറ്റം ആണ് അല്ലേ. പല്ലൊന്നും കളയല്ലേ. സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ ഈ 5 രൂപയുടെ കല്ലം മിഠായി മേടിക്കുവായിരുന്നു. വീട്ടിൽ വന്നാലും തീരെയല്ല. അതുപോലത്തെ മിഠായിയാണിത്. ഇത് കട്ടി മിഠായി. മിഠായി. അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സന്തോഷ വീഡിയോ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്.